ബാ ബാ മക്കള് വാ മക്കള് വാ കേക്കൻ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ അമ്മയുടെ ഹോം ടൗണിലാണ്. കഴിഞ്ഞ വ്ളോഗ് എന്റെ അച്ഛന്റെ ഹോം ടൗണിലായിരുന്നു. അപ്പൊ ഇന്ന് എന്റെ അമ്മയുടെ ഹോം ടൗണിലാണ്. അപ്പൊ ഇവിടെ അമ്മച്ചിയുണ്ട്, അതായത് എന്റെ അമ്മയുടെ അമ്മ. പിന്നെ അമ്മയും അച്ഛനും ഉണ്ട്, പെറ്റ് ഡോഗ് ഉണ്ട്, മിക്കു എന്ന് പറഞ്ഞ. മിക്കുവിനെ കണ്ടു കാണുമായിരിക്കും ഇൻട്രോയില്. അപ്പൊ ഇന്ന് കുറെ വിശേഷങ്ങളുണ്ട്. ഇവിടെ മീൻകറി ഉണ്ട്, കോഴിക്കറി ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാന്ന് വിചാരിച്ച്. ഇവിടെ ഫുള്ളും കിളികളാ. അതിന്റെ ശബ്ദം ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഫുള്ളും കിളികളാ. ഞാൻ കാണിച്ചു തരാമേ. ഇച്ചിരിയേ ഉള്ളു സാധനം, പക്ഷെ ഭയങ്കര ശബ്ദം അതിന്. മൈക്ക് കേൾക്കുന്നുണ്ടോ വെറുതെ. ഇപ്പൊ ആദ്യമായിട്ട് ഇത്ര അടുത്ത് വന്നിട്ട് പറക്കാതിരിക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാനല്ലേ. ഞാൻ കല്യാണിയുടെ അമ്മച്ചിയാണ്. എന്റെ കറികളെല്ലാം കാണണം. ഇതാണ് അവിടെ അയിലക്കറി. ഇതിനകത്ത് കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ചക്കയും ഉണ്ടാക്കി. ചക്ക പുളിശ്ശേരി. ചിക്കൻ ഉണ്ടാക്കാൻ പോവേ. എണ്ണ ഒഴിക്കുന്നു. കടുകിട്ടു, തേങ്ങാക്കൊത്തിട്ട്. കടുക് പൊട്ടിയപ്പോൾ തേങ്ങാക്കൊത്ത്. ഇത്തിരി മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടും. ഒരു പച്ചമുളക്. അതിനെ പകുതിയാക്കിയ പകുതിയാക്കി. ഒന്ന് മൂക്കണം. ജിഞ്ചർ പേസ്റ്റ് രണ്ടും കൂടെ ഉള്ള വെളുത്തുള്ളി ഇഞ്ചി അതൊന്ന് ഇളക്കണം. ഉള്ളി ഇടാൻ പോകും. കൊച്ചുള്ളി. ഞാൻ സവാള ചേർത്തില്ല, കൊച്ചുള്ളി മാത്രം. കൊച്ചുള്ളി ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എണ്ണ ചൂടായി ഇച്ചിരി കറിവേപ്പില ഇട്ടു. എണ്ണ ഇട്ട് മീൻ പറക്കി വെക്കുക. അയല വറുത്തത്. ഇവിടെ ഇന്ന് മീൻകറി ഉണ്ട്, അതായത് അയിലക്കറി ഉണ്ട്, ചൂരക്കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്. അതുകൊണ്ട് മീൻ പൊരിച്ചത് രണ്ടെണ്ണം ഉണ്ട്. ചിക്കനിൽ കുറച്ച് മുളക് പൊടി പെരട്ടി വെച്ചേക്കുന്നോണ്ട് കുറച്ച് മതി. പൊടിയും മുളക് പൊടിയും ഇട്ട് പെരട്ടി വെച്ചേക്കുകയാണ്. ഇറച്ചി. ഇത് ചിക്കൻ കറി, ഇത് മീൻ പൊരിച്ചത്. ചിക്കൻ ഇടയ. അവിടെ ചിക്കൻ വന്ന് ഇത് പെരട്ടി വെച്ചേക്കുക. ഇളക്കി അടക്കഞ്ഞ് വെച്ചു. ഉപ്പിട്ടിട്ടുണ്ട്. അടച്ചു വെച്ചു. അപ്പൊ അങ്ങനെ ചിക്കൻ കറി റെഡി ആവട്ടെ. മീൻ പൊരിച്ചത് ഇവിടെ ഉണ്ട്. ഇച്ചിരി എണ്ണ അതിനകത്ത് ഒഴിച്ച് മീൻ തിരിച്ച്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ഒരു തക്കാളിയും കൂടെ ഇടുന്നു. ഇപ്പോഴത്തേക്ക് കറി ഒരു ചെറിയൊരു നല്ല ഇച്ചിരി കൂടെ പറ്റിയാ മതി.
എന്റെ കൊച്ചുമോക്ക് മീൻ വേണ്ട, അപ്പോൾ അതിനു വേണ്ടിയാ കോഴി ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വിഭവങ്ങളില് അയിലക്കറിയുണ്ട്, പിന്നെ ചൂരക്കറിയുണ്ട്, ഇപ്പൊ രണ്ടാമത്തെ മീൻകറിയാ, വെഴുക്ക് വരട്ടി, മോര്, പിന്നെ അയില തന്നെ മീൻ പൊരിച്ചത്, ഇന്നിതാ കോഴിക്കറിയാ വെന്തോണ്ടിരിക്കുക. ഇവിടെ ഒരു മുറത്തി മാങ്ങ ഉണക്ക പറ്റിയത് ഇവിടെയും കുറെ ഉണ്ട്. മാങ്ങ അച്ചാർ ഇടാനായിട്ടാ. ഇവിടെ വന്നാ അച്ചാർ കുറെ കിട്ടും. അമ്മച്ചിക്ക് അതാണ് പണി, അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് ഉണക്കാൻ വെച്ചേക്കുവാ. ഭയങ്കര വെയില്, അതുകൊണ്ടാ, ഭയങ്കര വെയില്, അതുകൊണ്ട് ഈ മാങ്ങ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. അവിടെ എന്തുവാടാ ചെയ്തത്? അവിടെ എന്തുവാടാ ചെയ്തത്? ബാ ബാ ബാ, മക്കള് വാ, മക്കള് വാ. മിക്കുക്കാം പൗഡർ ഇടാമ്മ. ബാ. കൊള്ളാം, എവനാള് കൊള്ളാം. ചീപ്പണം. നല്ല സുന്ദരം കുട്ടനാ. ചീപ്പണം. നമ്മ ചീപ്പടക്കട്ട്. കേക്കൻ ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഇതെന്റെ അമ്മച്ചി ഉണ്ടാക്കിയതാ. മിക്സറുണ്ട്, പിന്നെ ഇവിടെ ചക്കവറ്റിലുണ്ട്. ചക്കവറ്റിൽ ഇച്ചിരി മധുരമുണ്ട്, അപ്പൊ അതിന് ഭയങ്കര ടേസ്റ്റാ. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈവനിങ് സ്നാക്സ്. ഇതാണ് നമ്മുടെ മിക്കുക്കുട്ടൻ. അത്രയും ആ 3 ബോള്, ഇവിടെ മഞ്ഞ കളറിലെ ബോള് കാണുന്നില്ല, ആ റെഡും പച്ചയും മഞ്ഞയും, ചെറിയ റെഡും ചെറിയ പച്ചയും കൂടി 5 ബോളുണ്ട്. 5 ബോളിൽ കളിച്ചിട്ട് ക്ഷീണിച്ച് നിൽക്കുന്ന ഒരാളാണ് മിക്കുക്കുട്ടൻ. എന്താണ് ഇവിടെ ഇരിക്കുക. അപ്പം മിക്കുക്കുട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ്? അമ്മച്ചിയുടെ സ്പെഷ്യൽ സ്നാക്സും പിന്നെ കറികളും എല്ലാം, പിന്നെ മിക്കുയുടെ പ്ലേ ടൈമും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.